ഹായ് ഹലോ നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേര് ബട്ടർ ചിക്കൻ ആണ്. ബട്ടർ ചിക്കൻ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഡിഷാണ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഓർഡർ ചെയ്യുന്ന ഒരു ഡിഷാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ദയവായി ചെക്ക് ചെയ്യുക. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു സവാള ഞാൻ വെറുതെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 തക്കാളി കട്ട് ചെയ്തത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ ഇവിടെ ഉള്ളത് കസൂരി മേത്തി, കുറച്ച് ചൊറുക്ക അല്ലെങ്കിൽ വിനാഗിരി, ഗരം മസാല, കശ്മീരി മുളക് പൊടി, പഞ്ചസാര, ബട്ടർ, കുറച്ച് ക്രീം വേണം, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതായത് ചിക്കൻ. അപ്പം ഞാൻ ഈ റെസിപ്പിക്ക് ഉപയോഗിക്കുന്നത് ബോൺലെസ് ചിക്കൻ ആണ്. നിങ്ങൾക്ക് ബോണുള്ള അല്ലെങ്കിൽ നോർമൽ ചിക്കൻ ഉപയോഗിക്കാം. ഞാൻ എൻ്റെ കയ്യിൽ ബോൺലെസ് ചിക്കൻ ഉള്ളതുകൊണ്ട് ബോൺലെസ് ചിക്കൻ ഉപയോഗിക്കുകയാണ്. ഇത് ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്തതാണ് ഈ ചിക്കൻ. അപ്പം നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പ്, ഒരു ഫ്രൈ പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം എണ്ണ ഞാൻ നേരത്തെ പറയാൻ പറഞ്ഞു, കുറച്ച് എണ്ണ ആവശ്യമുണ്ട് ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ ഈ ചിക്കൻ പീസസ് ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബോൺലെസ് ചിക്കൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. നിങ്ങൾ നോർമൽ ചിക്കനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചിക്കൻ കുക്കാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ബട്ടർ ചിക്കനിൽ ബോൺലെസ് ചിക്കൻ ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. ഇപ്പോൾ ബോൺലെസ് കിട്ടുകയാണെങ്കിൽ ബോൺലെസ് ചിക്കൻ ഉപയോഗിച്ച് ഉണ്ടാക്കാം. ചിക്കൻ നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനൊരു പേപ്പർ ടവലിലേക്കാണ് ഇത് മാറ്റുന്നത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് എടുത്തു വയ്ക്കാം. അതേ പാൻ തന്നെ ഞാൻ അടുപ്പത്ത് മീഡിയം ഹീറ്റിൽ പിന്നെയും വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. മെൽറ്റാവുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള ഒന്ന് കുക്കാവുന്നവരെ, അതായത് ഒന്ന് പിങ്ക് നിറമാവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഉള്ളി നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി, കാഷ്യൂനട്ട് ഇത് രണ്ടും ചേർക്കാം. ഒന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അതോടൊപ്പം തന്നെ വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, മുളക് പൊടി അതായത് കശ്മീരി മുളക് പൊടി, പഞ്ചസാര, ചൊറുക്ക അല്ലെങ്കിൽ വിനിഗർ, പിന്നെ ആവശ്യത്തിന് ഉപ്പും. കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് ഇനി ഒരു 20 മിനിറ്റ് ഇതിനെ ഒന്ന് ചെറിയ തീയിൽ തിളയ്ക്കാൻ വിടുക.
അപ്പോൾ ഞാൻ തീ കുറയ്ക്കുകയാണ്. 20 മിനിറ്റ് ഇതൊന്ന് തിളക്കട്ടെ. 20 മിനിറ്റ് ഇത് തിളച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് നല്ലൊരു ഗ്രേവി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നല്ലപോലെ തണുപ്പിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് ഒരു സ്മൂത്ത് പേസ്റ്റ് ആവുന്ന വരെ അരച്ചെടുക്കണം. അപ്പം അരച്ചെടുത്തിട്ട് തിരിച്ചു വരാം. മസാല നല്ലപോലെ ഞാൻ മിക്സിയിൽ അരച്ചെടുത്തു. ഇപ്പോൾ ഞാനതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയാണ്. ബട്ടർ ചിക്കൻ്റെ ഗ്രേവി വളരെ സ്മൂത്ത് ആയിരിക്കണം. അപ്പോൾ തക്കാളിയുടെ തൊലി ഈ മസാലയിൽ കാണും. അപ്പോൾ അത് സ്മൂത്ത് ആവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു അരിപ്പയിൽ ഇത് അരിച്ചെടുക്കുകയാണെങ്കിൽ തക്കാളിയുടെ തൊലി മുഴുവൻ അരിപ്പയിൽ പെടും. അപ്പോൾ ഞാനിതൊന്ന് നല്ലോണം അരിച്ച് എടുക്കട്ടെ. ഗ്രേവി ഞാൻ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് കത്തിച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ബട്ടർ ഇതിലേക്ക് ചേർക്കണം. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് റെഗുലറായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലൊക്കെ ഒക്കേഷണലായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ബട്ടർ ചേർത്തിട്ട് ഈ ബട്ടർ ഗ്രേവിയിലേക്ക് നല്ലോണം മിക്സ് ചെയ്യും. ബട്ടറിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യട്ടെ. ബട്ടർ ചേർത്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ ക്രീം ചേർക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇടാം. ഗ്രേവിയിലേക്ക് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കസൂരി മേത്തി ചേർക്കുക. ഇനി ചെറിയ തീയിൽ ഇതൊരു 5 മിനിറ്റ് കുക്കായിക്കോട്ടെ. ബട്ടർ ചിക്കൻ നല്ലോണം ഒരു 5 മിനിറ്റ് തിളച്ചു. ഇപ്പോൾ ഇത് സെർവ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ബട്ടർ ചിക്കൻ റെഡിയായി. ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നാനിൻ്റെ കൂടെയാണ്. അപ്പോൾ നാനിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കാണാം. അപ്പോൾ ഇത് നാനിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പറാട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെയോ ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.